മസ്കിന്റെ പ്രേതം ഇപ്പോഴും വൈറ്റ് ഹൗസിലുണ്ട്. ട്രംപും ഇലോൺ മസ്കും തമ്മിൽ പിണങ്ങിയെങ്കിലും മസ്ക് അങ്ങനെ പോയിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മസ്ക് മരിച്ചിട്ടുമില്ല, എങ്ങനെ പ്രേതമായി വരും? അതായത് എലോൺ മസ്ക് ട്രംപുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അതായത് രണ്ടുപേരും വലിയ ബിസിനസ്സുകാരാണ് അമേരിക്കയിലെ. അതുമാത്രമല്ല ഈ സമ്പന്നരുടെ പട്ടികയിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അത് ഈ ട്രംപ് പ്രസിഡൻ്റ് ആകുക എന്നുള്ളത്, വീണ്ടും പ്രസിഡൻ്റ് ആകുക എന്നുള്ളത് എലോൺ മസ്കിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ ചില ബിസിനസ് താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം ട്രംപിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ കാശിറക്കി കളിച്ച ആളാണ് എലോൺ മസ്ക്. പ്രഖ്യാപിതമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏതാണ്ട് $250 മില്യൺ എലോൺ മസ്ക് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രഭാഷണ പരിപാടികളിലെല്ലാം എലോൺ മസ്ക് ട്രംപ് വന്നാലേ അമേരിക്ക രക്ഷപ്പെടുകയുള്ളൂ എന്ന രീതിയിൽ പ്രസംഗിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഈ ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യം നന്ദി പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉള്ള ആളാണ് എലോൺ മസ്ക്.